നമ്മുടെ സ്കൂളിൽ ലേഡി ടീച്ചേഴ്സായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ലേഡി ടീച്ചർ വന്നു ഞങ്ങളെ പഠിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ചെറുപ്പക്കാരിയായ ഒരു ടീച്ചർ പിള്ളേരോട് ഒരു ഒത്തു ഞങ്ങളൊക്കെ വളരെ സ്നേഹിച്ച് പോയിരുന്ന ടീച്ചർ. മൂന്നിൽ പഠിക്കുന്ന കാലത്ത് കുട്ടികളോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു? പലരും വരാതെ പറഞ്ഞു. അന്ന് പിള്ളേരുടെ മുന്നിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ആൺകുട്ടികൾ പറയും അച്ഛനാകണം, പെൺകുട്ടികൾ പറയുന്നത് സിസ്റ്ററാകണം, അല്ലെങ്കിൽ ടീച്ചറാകണം. അതിൽ കഴിഞ്ഞൊന്നും പറയാൻ മാത്രം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ വളർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, എന്നോട് ഏറ്റവും ആദ്യം പറഞ്ഞത് അച്ഛനാകണമെന്ന് പറഞ്ഞത് ടീച്ചർ. മൂന്നിൽ പഠിക്കുന്ന കാലത്ത് ഞാനത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ അവസരോചിതമായ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ടീച്ചർ പഠിപ്പിച്ചിരുന്നു. അത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു വളരെ വേഗം പിടിച്ച് മറ്റത്തിനാണെങ്കിലെ പച്ചക്കറിമാർ ഞങ്ങളെല്ലാവരെയും ദുഃഖിച്ചു. ഞാൻ മൂന്നിൽ പഠിക്കുന്ന കാലമാണ്. അത് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടി വന്ന് അടക്കി. അന്ന് തന്നെ ഈ പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ മരിച്ചു. തുറവിലെ പരപ്പനാണെന്നെ ഓർമ്മ, അല്ലെങ്കിൽ കൂട്ടുകാരിലെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് നമ്മുടെ ഇടവിലുള്ള കുട്ടികളെല്ലാവരെയും ദുഃഖിപ്പിച്ചതാണ്. കാരണം ആ പേരന്മാർ ഈ പള്ളിയിലെ വഴിയും ഈ പള്ളി 59 പഠിക്കുമ്പോൾ എനിക്ക് 5 വയസ്സ് 6 വയസ്സ് വരും. ഞങ്ങളുടെ കൂടെ മുറ്റിലൊക്കെ പറക്കാനും ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയ ഒരു കാലത്ത് തിങ്കളാഴ്ച അടക്കം നടന്നു. ഞായറാഴ്ച തിങ്കളാഴ്ച അടക്കി 2 പേരെ. ഒരു ആള് അകാലപ്പെടണം എന്ന് പറഞ്ഞാൽ 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഈ കാരണവര് നമ്മുടെ പള്ളിയുടെ പുറകിൽ വലിയൊരു മാവുണ്ടായിരുന്നു. മാവിൻ്റെ ഒരു വലിയ തെങ്ങുമുണ്ടായിരുന്നു. ആ മാവിൻ്റെ ചോട്ടിൽ ഞങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ടീച്ചർ പറഞ്ഞു, ഈ മാങ്ങ എല്ലാം വീണത് എന്തുകൊണ്ടാണ് വീണത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പഴുത്തു വീണു. ശരി, പഴുത്തു. പഴുക്കാതെ വീണ മാങ്ങയും ഇല്ലേ എന്ന് ചോദിച്ചു. കൊണ്ട് കേടുപിടിച്ച് വീണത്. അതുപോലെയാണ് നമ്മുടെ ഈ മരണം. ഇന്നലെ നമ്മുടെ കൂടെ നിന്ന് ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, അത് എടുക്കാതെ വീണ പഴുത്തു വീണത് ഇന്നലെ മരിച്ചായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസരോചിതമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടുവന്ന ഒരു ടീച്ചറാണ്. അതിനുശേഷം വെള്ളരിഞ്ഞാട്ടിലേക്ക് അറിയിച്ചു. നമ്മുടെ ഈ ഇടവയ്ക്ക് വേണ്ടിയിട്ട് വെള്ളരിഞ്ഞാട്ട് സാറും അവധിപ്പെട്ടി സാറും മേരി സാറും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, 68 ഞാൻ പരീക്ഷ എഴുതി 10ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 13 പേരാണ് ഈ ചെറിയ ഇടവകയിൽ നിന്നും മിഷനായിട്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സായാലും അച്ഛനമാരായിട്ട് അയക്കാൻ പോയത്. അന്നിന് ഒറ്റ കാരണമേ ഉണ്ടായിരുമ്പോൾ അന്നുണ്ടായിരുന്ന വികാരിയച്ചന്മാരും അന്ന് വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നതും മറ്റും ഉള്ള ടീച്ചേഴ്സും അതുപോലെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സിൻ്റെ പ്രേരണ കൊണ്ടാണ് ഇത്രയും ചെറിയ ഒരു ഇടവകയിൽ നിന്ന് ഇത്രയും വലിയ ദൈവവിളി ഉണ്ടായത്. അന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കച്ചറയിലെ ജെയിംസിനൊക്കെ അറിയാം. മുതുവിളക്കിലെ കുഞ്ഞിട്ടി സാറൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടവക ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുടുംബത്തിനെ അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൈവവിളി ഉണ്ടായിരുന്നതാണ്. എൻ്റെ കൂടെ 68 അല്ലെങ്കിൽ അടുത്ത് ചേർന്നവരാരും ഇവിടെ ഇല്ല. അതിന് മുമ്പ് ചേർന്നവരൊക്കെ ഉണ്ട്. ഇതുവാകട്ടെ, അത് നമ്മൾക്ക് പ്രേരണ നൽകിയ ടീച്ചേഴ്സിൻ്റെ അധ്യാപകരുടെ ഒരു മേന്മയാണ്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ മേന്മയാണ്. അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. അതിന് ടീച്ചറിനോട് നന്ദി പറയുന്നു. ഇവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയും ചെയ്യുന്നു. ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിലെ കാര്യമെടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, മരണപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, കരയേണ്ട, ദൈവം അവരെ പ്രിയാപ്പിക്കും. അതോടൊപ്പം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 24 മുതൽ 29 വാക്യങ്ങളിൽ എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ അയച്ചതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ടീച്ചറിൻ്റെ കാര്യത്തിൽ അതാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഒരിക്കൽ മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ വിധിക്ക് വിധേയനാവുകയെല്ലാം അനന്തത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിക്കും. നമുക്കുള്ള പ്രത്യാശയാണ് ജീവനിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുന്നുള്ളത്. മേൽത്തേറ്റിൻ്റെ മരണം നമുക്കൊരു സൂചന കൂടിയാണ്. നമ്മളും ഈ കടമ കടക്കേണ്ടവരാണ്. നമ്മൾ ഒരുങ്ങിയിരിക്കുക. നമുക്ക് പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല, പ്രത്യാശയോടുകൂടി ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. ആ പ്രത്യാശയിൽ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കവിയ അനുഗ്രഹവും നിരന്തരം നമ്മോടുകൂടിയും നമ്മുടെ സഹപ്രവർത്തകരോടുകൂടിയും നമ്മിൽ നിന്ന് മരിച്ചു പോയവരുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം വൃത്തികരായ വെള്ളരിങ്ങാൻ കുടുംബത്തിലെയും എത്ര കുടുംബത്തിലെയും അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലുണ്ടായ ആ മുറിവ്, വേർപാടിൽ കൊണ്ടുണ്ടായ ആ മുറിവ് മാറ്റിക്കൊടുക്കണമെന്ന്, ജീവിച്ചിരിക്കുന്നവരെ പരിപാലിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് നാട്ടിനും കവിതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അവിവാഹിതരായിട്ട് കഴിയുന്നവരാണ്. ആംഗ്ലങ്ങളിൽ മാത്രമാണ് ആ കുടുംബത്തിൽ ചേട്ടന്മാരൊക്കെ. പക്ഷെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ആശ്രയമായിരുന്ന ആ പ്രിയപ്പെട്ട മാതാവ് വേർപെട്ടുപോയി. അവർക്ക് ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആ ദുഃഖത്തെ ലഘൂകരിക്കാൻ നമ്മുടെ ഇടവക്കാരായ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ദൈവത്തിന് മുമ്പായി അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങൾ മാറ്റിക്കളയുന്നുണ്ട്. വരും കാലങ്ങളിൽ ഇവർക്ക് സഹായമായിട്ട് നല്ല ആൾക്കാരെയും നല്ല സഹകരിക്കുന്ന ആൾക്കാരെയും ഇവർക്ക് പ്രദാനം ചെയ്യണമെന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നുള്ള പ്രത്യാശയോട് നമുക്ക് ജീവിക്കാം. നമ്മളിൽ നിന്ന് വേർപെടുമായ മേൽസാറിനെ ദൈവം സ്വർഗീയ സമ്മാനത്താൽ അനുഗ്രഹിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് സംസ്കാര ശുശ്രൂഷ നടത്താൻ എല്ലാവരും അനുഗ്രഹിക്കുന്നു.